തങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായാലും മിണ്ടാതിരിക്കേണ്ട അവസ്ഥയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കുള്ളതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒരു സിനിമാ ലൊക്കേഷനിൽ സംവിധായകനിൽ നിന്ന് അതിക്രമം നേരിടേണ്ടി വന്ന സ്ത്രീ ആ വിവരം ലൊക്കേഷനിലുള്ള സുഹൃത്തുക്കളെ അറിയിച്ചപ്പോൾ തൽക്കാലം പുറത്തു പറയേണ്ട, സിനിമ എങ്ങനെയെങ്കിലും പൂർത്തിയാകട്ടെ എന്ന ഉപദേശമാണത്രേ സുഹൃത്തുക്കൾ നൽകിയത്. കഴിവതും എങ്ങനെയെങ്കിലും സഹിച്ചു നിൽക്ക്, സിനിമ പൂർത്തിയാക്കാൻ നോക്കിയെന്നായിരുന്നു മറ്റൊരു ഉപദേശം. അതേസമയം സിനിമ പൂർത്തിയാക്കണമെന്ന ആഗ്രഹമൊന്നും പുരുഷ താരങ്ങൾക്കില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംവിധായകരോടും നിർമ്മാതാക്കളോടും മുടക്കി പ്രമുഖ താരങ്ങൾ പോലും ഷൂട്ടിംഗ് നിർത്തി ഇറങ്ങിപ്പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയൊരു നിർബന്ധമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യാതൊരു സുരക്ഷയുമില്ലാത്തൊരു ഹോട്ടലിൽ ഒരു രാത്രി കഴിയേണ്ടി വന്ന അനുഭവം ചലച്ചിത്ര മേഖലയിലെ ഒരു സ്ത്രീ കമ്മീഷനോട് പങ്കുവച്ചിരുന്നു. മതിയായ വെളിച്ചമോ സുരക്ഷയോ CCTV ക്യാമറകളോ ഇല്ലാത്ത ഒരു ലോഡ്ജിലാണ് ഷൂട്ടിംഗ് സമയത്ത് ഈ സ്ത്രീക്ക് താമസമൊരുക്കിയത്. ഇത്തരമൊരു സ്ഥലത്ത് താമസിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞിട്ടും അവർ പകരം സംവിധാനം ഒരുക്കിയില്ല. പാതിരാത്രി എന്തോ ശബ്ദം കേട്ട് സ്ത്രീ ഉണർന്നപ്പോൾ കട്ടിലിനരികിൽ ഒരാൾ നിൽക്കുന്നതാണ് കണ്ടത്. നിലവിളിച്ചുകൊണ്ട് യുവതി അടുത്ത മുറിയിലുണ്ടായിരുന്ന നായികയുടെ അസിസ്റ്റന്റിന് സമീപത്തേക്ക് ഓടി. പിറ്റേ ദിവസം പോലീസിന് പരാതി നൽകിയിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. അതേസമയം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹോട്ടൽ പരിസരത്തേക്ക് പോലീസുകാരിൽ ചിലർ വന്നിരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കാരവാൻ ഡ്രൈവറെ പിന്നീട് കണ്ടിട്ടില്ലെന്ന് യുവതി പറയുന്നു. പരാതി പറയുന്ന സ്ത്രീകളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന പ്രവണത ഉള്ളതിനാൽ മാനഹാനി ഭയന്ന് പല സ്ത്രീകളും ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാറില്ലെന്ന് സീനിയറായ ഒരു നടി കമ്മീഷനോട് വ്യക്തമാക്കിയിരുന്നു. തന്നെ സ്വകാര്യമായി കണ്ടില്ലെങ്കിൽ സിനിമയ്ക്കായി ഷൂട്ട് ചെയ്ത ഇന്റിമേറ്റ് രംഗങ്ങൾ പുറത്തുവിടുമെന്ന് ഒരു സംവിധായകൻ ഭീഷണിപ്പെടുത്തിയതായി നടി വെളിപ്പെടുത്തി. ഇന്റിമേറ്റ് രംഗങ്ങൾ ഉണ്ടാകുമെന്ന് സിനിമ ചർച്ച ചെയ്തപ്പോൾ സംവിധായകൻ പറഞ്ഞിരുന്നു. എങ്കിലും അത് എങ്ങനെയാണെന്നോ എന്താണെന്നോ പറഞ്ഞിരുന്നില്ല. പേടിക്കത്തക്ക വിധത്തിൽ ഒന്നുമില്ലെന്നും നടിക്ക് സമ്മതമുള്ള രംഗങ്ങൾ മാത്രമായിരിക്കുമെന്നായിരുന്നു മറുപടി. 3 മാസക്കാലം ഷൂട്ടിംഗ് നടന്നു. ശരീരത്തിന്റെ പിൻഭാഗങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള സീനും ലിപ് ലോക്ക് സീനും ചെയ്യേണ്ടി വന്നു. പിന്നീടാണ് അടുത്ത ദിവസം നഗ്നരംഗങ്ങളും ബാത്ത് സീനും ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞത്. അതുവരെ ജോലി ചെയ്ത ശമ്പളം പോലും വാങ്ങാതെ നടി തിരിച്ചുപോയി. ഇതിനു പിന്നാലെ സംവിധായകന്റെ ഭീഷണി എത്തി. തന്നെ സ്വകാര്യമായി കൊച്ചിയിൽ വന്ന് കണ്ടില്ലെങ്കിൽ ഷൂട്ട് ചെയ്ത ഇന്റിമേറ്റ് സീനുകൾ ഡിലീറ്റ് ചെയ്യില്ലെന്നായിരുന്നു ഭീഷണി. പുതുതലമുറയെ മാത്രമല്ല, പഴയ തലമുറയിലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെയും കമ്മീഷൻ കണ്ടിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അക്കാലത്ത് ചലച്ചിത്ര മേഖലയ്ക്കുള്ളിൽ ഇത്തരം അതിക്രമങ്ങളെപ്പറ്റി പരാതി ബോധിപ്പിക്കാനുള്ള വേദികൾ കുറവായിരുന്നുവെന്നും കമ്മീഷൻ പറയുന്നു.